ദിലീപേട്ടൻ്റെ അടുത്തൊക്കെ പറയുന്നതിന് മുന്നേ എന്നോട് കഥ പറഞ്ഞാണ്. പ്രിൻസ് ആയിട്ടല്ല, അന്നും ജിൻസ് തന്നെയായിരുന്നു. അപ്പൊ അന്ന് ആരാണ് പ്രിൻസ് എന്നുള്ള ചർച്ചകൾക്കിടയിൽ ദിലീപേട്ടൻ വരുന്നുള്ളത് നമ്മൾ സ്വപ്നത്തിൽ പോലും അന്നും ചിന്തിക്കുന്നില്ല. കാരണം ദിലീപേട്ടനൊക്കെ ഈ സിനിമയിൽ വരുമോ അല്ലെങ്കിൽ എവിടെ വരെ എത്തുമോ അതിനൊക്കെ സാധിച്ചത് മാജിക് ഫ്രെയിംസ് ഇല്ലെങ്കിൽ ഇതൊന്നുമില്ല. അപ്പൊ ബിൻഡോയുടെ ഏറ്റവും വലിയ സ്വപ്നം, കാരണം ബിൻഡോ ജനഗണമന ഷാൻസ് എഴുതുന്ന ജനഗണമന ക്വീനില് ബിൻഡോ ഉണ്ടായിരുന്നു, നെയ്മർ അല്ലെങ്കിൽ. അപ്പൊ ബിൻഡോന്റെ ജീവിതമാണ് ഈ സിനിമയിലെ പകുതി. ബിൻഡോ പറഞ്ഞ കഥ പറഞ്ഞപ്പോ എനിക്ക് എന്നോട് പറഞ്ഞ ദിലീപേട്ടൻ പറഞ്ഞ കഥ, മൂത്ത സഹോദരൻ ബാക്കി അനിയന്മാരൊക്കെ കല്യാണം കഴിച്ചു പോയി. അപ്പൊ ഞാൻ ബിൻഡു അതിനിടയിൽ കല്യാണം കഴിച്ചെന്ന് പറഞ്ഞല്ലോ. ഞാൻ ബിൻഡുവിനോട് പറഞ്ഞു, നീ ഈ കല്യാണം ഇപ്പൊ കഴിച്ചോ, ഒരുപാട് ഇറങ്ങുന്നതിന് മുന്നേ കഴിക്കുന്നതാണ് സേഫ് എന്ന് പറഞ്ഞ ആളാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പൊ എന്നോട് പറഞ്ഞു, ഞാൻ ഇപ്പൊ പെട്ടെന്നൊരു കല്യാണം, കാരണം സിനിമ നടക്കുന്നതിനിടയിൽ ഒരു കല്യാണം. അപ്പൊ പറഞ്ഞു, സിനിമയല്ലേ അല്ലേ, എപ്പോഴാ എന്തെന്ന് നടക്കുമെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ധൈര്യമായി ഇനി പെണ്ണുവീട്ടിൽ പോയിരിക്കാം, താമസിക്കാം. വലിയ വിജയം. ഈ ഒരു വിജയം എല്ലാവരുടെ ഒപ്പം ഷെയർ ചെയ്യാൻ കഴിഞ്ഞാൽ ഒരുപാട് ഒരുപാട് സന്തോഷം. അവസാനം ഒടുക്കം പറയാനുള്ളത്, ദിലീപേട്ടൻ തുടരും, തുടരും. വീട്ടിലിരിക്കാൻ പലരും ആഗ്രഹിക്കുന്നുണ്ട് ഒരു കാര്യം. എന്നെ ഫർഗീസ് ആഗ്രഹിച്ചു, ഉണ്ണിയേട്ടൻ ആഗ്രഹിച്ചു. അച്ഛനോട് പോയി പറഞ്ഞു കൂടെ ഇരിക്കാൻ. അപ്പോ എനിക്ക് പറയാനുള്ളത്, ഒരുപാട് പഴയ വർഗീസേട്ടൻ ഒടുവിൽ നരേന്ദ്രപ്രസാദ് ഒരുപാട് പേര് ആഗ്രഹിച്ചു നിങ്ങളൊരു സംവിധായകനായി കാണണമെന്ന്. ഞാൻ ഇന്ന് ആഗ്രഹിക്കുകയാണ്, വീണ്ടും നിങ്ങൾ അഭിനയം അവസാനിപ്പിച്ച് തിരിച്ച് സംവിധാനത്തിലേക്ക് വരണം. CID മൂസ2 ഉണ്ടാവും. ഉണ്ടാവും. ഇതാണ് CID മൂസ2 ഇവിടെ അനൗൺസ് ചെയ്യപ്പെടുകയാണ്. ഒരുപാട് സന്തോഷം. താങ്ക് യു. വലിച്ചു കിട്ടുന്നില്ല. താങ്ക് യു സോ മച്ച്. താങ്ക് യു. എന്തായാലും എല്ലാവർക്കും അത് കൃത്യമായിട്ട് വിഹിതമൊക്കെ വെച്ച് നൽകിയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഹാപ്പി അല്ലേ? ഹാപ്പി എല്ലാവരും കഴിഞ്ഞിട്ടില്ല, അത് നിൽക്കണേ. ഇനി നമുക്ക് തീർച്ചയായും നിങ്ങൾക്ക് ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ നിങ്ങളുടെ ചോദ്യങ്ങളിലേക്ക് അടുത്തതിന് മുമ്പ് എല്ലാവരും റിക്വസ്റ്റ് ആണ്, സിനിമയെ കുറിച്ച് മാത്രം നിങ്ങളുടെ ചോദ്യങ്ങൾ ലിമിറ്റ് ചെയ്യുക. അപ്പൊ നമുക്ക് പ്രിൻസ് ആൻഡ് ഫാമിലി ടീമിനെ ഒരുമിച്ച് സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യാം. ഒരിക്കൽ കൂടി നല്ലൊരു കടിയോടുകൂടി ദിലീപേട്ടനെ സ്വാഗതം ചെയ്യുന്നു. സമയക്കുറവ് പോലെ നമ്മൾ നിങ്ങളുടെ ചോദ്യങ്ങളിലേക്ക് കിടക്കുകയാണ്. അപ്പൊ നമുക്ക് പ്രിൻസ് ആൻഡ് ഫാമിലി ടീമിനെ ഒരുമിച്ച് സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യാം.